കുമ്പളയിൽ പ്രവർത്തനരഹിതമെന്ന് കരുതിയ AI ക്യാമറ വഴി നിരവധി പേർക്ക് ഗതാഗത നിയമലംഘന നോട്ടീസുകൾ ലഭിച്ച സംഭവത്തിൽ ഇടപെട്ട് ഗതാഗത മന്ത്രി. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാർ ഗതാഗത കമ്മീഷണറോട് നിർദ്ദേശിച്ചു. പ്രദേശത്തെ 500ഓളം പേർക്ക് 2023 മുതലുള്ള ചലാനുകളാണ് ഒരുമിച്ച് വന്നത്. ചിലർക്ക് 1.5 ലക്ഷം രൂപ വരെയാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഫൈൻ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപം സ്ഥാപിച്ചിരുന്ന AI ക്യാമറ വഴി നിരവധി പേർക്ക് 2023 മുതലുള്ള ഗതാഗത നിയമലംഘന നോട്ടീസുകൾ കൂട്ടമായ വന്ന സംഭവത്തിൽ ഇടപെട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മന്ത്രി ഗതാഗത കമ്മീഷണറോട് നിർദ്ദേശിച്ചു. KCN ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വിഷയം വലിയ രീതിയിൽ വാർത്തയായി വന്നതോടെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. കുമ്പളയിൽ 2023 സ്ഥാപിച്ച ഈ ക്യാമറയിൽ നിന്നും സമീപകാലം വരെ ആർക്കും പിഴ നോട്ടീസുകൾ ലഭിച്ചിരുന്നില്ല. ക്യാമറ പ്രവർത്തനരഹിതമെന്ന് കരുതി കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും ബൈക്കിൽ ഹെൽമറ്റ് വയ്ക്കാതെയും ഇതുവഴി യാത്ര ചെയ്തവർക്ക് 2023 മുതലുള്ള ചലാനുകൾ കൂട്ടമായി വരികയായിരുന്നു. 1.5 ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഫൈൻ ലഭിച്ചത്. ഈ ക്യാമറയിൽ പതിഞ്ഞ മുഴുവൻ പിഴകളും ഒരുമിച്ച് വന്നത് പലരിലും ഞെട്ടലുണ്ടാക്കി. പിഴ ലഭിച്ചവർ വാട്സാപ്പ് കൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിക്കുകയും ഐക്യകണ്ഠേന നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് വിഷയത്തിൽ ഗതാഗത മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടിയുണ്ടാകുമെന്നാണ് പിഴ ലഭിച്ചവരുടെ പ്രതീക്ഷ. 1 ലക്ഷം 1.5 ലക്ഷത്തെ ഫൈൻ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 400 പേർ ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കാസർഗോഡ് RTOക്ക് അതുപോലെ തന്നെ കേരളത്തിന്റെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിന് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അതും കൂടി കഴിഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. മറ്റൊരാളിൽ നിന്നും വാങ്ങിയ വാഹനങ്ങൾക്ക് പിഴ വന്നതും അഡ്രസ് മാറി പിഴ വന്നതുൾപ്പെടെയുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യം കൂടി മന്ത്രി ഇടപെട്ട് പരിഹരിക്കണമെന്നും ഇവർ പറയുന്നു. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ നിലവിൽ ഇപ്പം എന്റെ വണ്ടി, ഞാൻ ഓടിക്കുന്ന വണ്ടി ഞാൻ വിറ്റിട്ട് ഇപ്പോൾ വേറെ RC ഓണറിന്റെ പേരിലാണ് ആ വണ്ടി ഉള്ളത്. അപ്പൊ നിലവിൽ എന്റെ മുമ്പത്തെ ഈ 2023-24 കാലഘട്ടത്തിലുള്ള ഫൈനുകൾ ഇപ്പൊ പുതിയ RC ഓണറിന്റെ പേരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ കൂടി നിലവിലുണ്ട്. ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചലാൻ ചുരുങ്ങിയത് 15 ദിവസത്തിനുള്ളിൽ അയക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 2023 സമാനമായ ഒരു പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലം നിലനിൽക്കെ കുമ്പള പ്രദേശത്തുള്ളവർക്ക് 1 വർഷത്തിന് മുൻപുള്ളതുൾപ്പെടെയുള്ള ചലാനുകൾ അയച്ചത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.